ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസവും ഭാഗ്യ കളറ് ഭാഗ്യരത്നത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പൂരുരുട്ടാതി നക്ഷത്രത്തിനെ കുറിച്ചായിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഉത്രട്ടാതി വള്ളംകളിയൊക്കെ ഓർമ്മ വരുന്നത്, ആറന്മുള ഓണസദ്യ എല്ലാം ഓർമ്മ വരുന്നത്. ഒരു ദിവസം പോയി അവിടെ അമ്പലത്തിൽ പോയായിരുന്നു. അന്ന് അന്നദാനം എല്ലാം കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ ആറന്മുള കണ്ണാടി ഉണ്ടാക്കി കൊടുക്കുന്ന കടകളൊക്കെ ഒരുപാട് കണ്ട്. പക്ഷേ കയറി വില ചോദിച്ചപ്പോഴോ ഭയങ്കര വില. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തെന്നറിയാം, അവരോട് പറഞ്ഞ ഫോൺ നമ്പർ താ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിച്ച് പറയാം, എനിക്ക് ഇച്ചിരി വലിയ കണ്ണാടി വേണം, അപ്പോൾ കൊറിയർ അയച്ചു തന്നാൽ മതിയെന്ന്. പക്ഷേ പുള്ളിയുടെ കയ്യിൽ അതിനു വേണ്ടി കാശില്ലായിരുന്നു. അതാ വാസ്തവം. അത് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് ഇനി പോരുന്നു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിനെ കുറിച്ചാണ്. ചേച്ചി ഇന്ന് പറയുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാരും എൻ്റെ വീഡിയോ കാണുന്നില്ലെന്ന് തോന്നുന്നു. കാരണം കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ ഇന്നലത്തെ വീഡിയോ. ചതയിട്ടപ്പം കുറച്ച് പേര് കണ്ട്, 1000-1200 പേര് കണ്ട്. അത് ചതയക്കാർ കൂടുതൽ പേര് ചരണി 27 നക്ഷത്രം ഞാൻ ചേച്ചി പറയാം. 25 നക്ഷത്രം, ഇന്ന് 25ാമത്തെ നക്ഷത്രമാണ് പറയാൻ പോകുന്നത്. പക്ഷേ 25 നക്ഷത്രം പറഞ്ഞതിലും ഭരണിക്കും ചതയത്തിനുമാണ് ആളുകൾ കുറച്ച്. ഭരണിക്ക് കുറേ പേര് കണ്ട്, 4000 പേരോളം കണ്ട്. പക്ഷേ ചതയത്തിന് 1200 പേരോളം കണ്ട്. പക്ഷേ ബാക്കി എല്ലാത്തിനും കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നൊരു പകുതി പേരും ചതയ നക്ഷത്രക്കാരും ഭരണി നക്ഷത്രക്കാരുമാണെന്ന് ഉറപ്പാക്കാം. അപ്പോൾ ഇന്ന് ചേച്ചി ഉത്രട്ടാതി നക്ഷത്രത്തിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ശ്രീരാമനാണ്. അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 8ആണ്. അവരുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞയാണ്. അവരുടെ ധരിക്കേണ്ടുന്ന രത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ശ്രീരാമനാണ്. ഭാഗ്യ സംഖ്യ എന്ന് പറയുന്നത് 8ആണ്. ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞയാണ്. അവർ ധരിക്കേണ്ടുന്ന രത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ്. അപ്പോൾ എല്ലാവരും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ വണ്ടിയോ ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിൽ 8 വരുന്ന രീതിയിൽ ലോട്ടറി സംഖ്യ എടുക്കുക. അതുപോലെ ഇൻ്റർവ്യൂവിനോ എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ മഞ്ഞ കലർന്ന ഷർട്ടും ചുരിദാറൊക്കെ ഇടാൻ ശ്രമിക്കുക. ഉപാസനാമൂർത്തി ആരാധിക്കുന്നതോടൊപ്പം ഓരോ നക്ഷത്രക്കാർക്കും അതാത് ദേശനാഥനുമുണ്ട്, അവരെയും വന്ദിക്കണം. അതുപോലെ തന്നെ അടുത്തുള്ള ഏത് ദൈവത്തിനെ നമ്മൾ പൂജിച്ചാലും ശരി തന്നെ, നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന ഒരു ദേവനുണ്ട്, ആ ഗ്രാമത്തിലുള്ളൊരു ദേവൻ. ആ ദേവനെയും പരദേവതയും നമ്മൾ നമസ്കരിച്ചിട്ട് വേണം നമ്മൾ വേറെ എല്ലാ ദൈവങ്ങളെയും നമസ്കരിക്കാൻ. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് ആ ദൈവങ്ങൾക്ക് കൊണ്ടുവച്ചെന്ന് ഒരു പൂവോ ഒരു ചന്ദനത്തിരിയോ ഒരു തീപ്പിഴോ നെയ്യോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കാം. അത് നമ്മൾ തന്നെ അത് ഒഴിച്ച് കത്തിച്ചിട്ടും വരണം. അല്ലാതെ വെച്ചിട്ട് വന്ന് അവരുടെ അടുത്ത് ആർക്കെങ്കിലും പോയി കച്ചവടമാക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ കത്തിച്ച് നമ്മുടെ കണ്ണുകൊണ്ട് അത് കണ്ട് അതിൽ നിന്ന് വരുന്ന ആ പോസിറ്റീവ് എനർജി നമ്മൾ അതിൻ്റെ എനർജിയും കൂടെ നമ്മൾ നമ്മുടെ അതിലേക്ക് ആഗിരണം ചെയ്തിട്ട് വേണം നമ്മൾ വീട്ടിലോട്ട് വരാൻ. അല്ലാതെ നമ്മൾ കുറച്ച് പൈസ കൊണ്ടുവന്ന് ഉണ്ടിയിലിട്ട് കഴിഞ്ഞാൽ അത് ദൈവം വന്ന് ഉണ്ടിയിൽ എടുക്കുമോ? ഇല്ല. ഇപ്പം കണ്ടില്ലേ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 13 പവൻ്റെ സ്വർണം കാണാതെ പോയേക്കുന്നത്. വേറെ ആരാ എടുക്കുന്നത്? അവിടെ ഉള്ളവർ തന്നെ എടുക്കുന്നത്. ഞങ്ങൾ ഈ ഒരു വർഷത്തിലുള്ള അതിനെ ശംഖുമുഖം കടലിൽ അവിടെ കൊണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോകുമല്ലേ, അപ്പോഴൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. കഴിഞ്ഞ വർഷം പോകാൻ പറ്റില്ല, അതിൻ്റെ അങ്ങേ വർഷം പോയി. പക്ഷേ അവിടെ അതിനകത്ത് നടക്കുന്ന സ്റ്റാഫുകളെന്ന് പറയുന്നത് എല്ലാം കള്ളക്കൂട്ടങ്ങളാണ്. അവരൊരു ഗ്യാങ്ങുണ്ട്, കണ്ടിട്ടില്ലേ? നമ്മൾ രാവിലെ ചെന്നിട്ട് അവിടെ ക്യൂ നിൽക്കുക, തൊഴുതിട്ട് വന്നിട്ട് അന്നദാനത്തിന് എന്ന് ക്യൂ നിൽക്കുക. പക്ഷേ ആ നമ്മൾ എത്ര നേരം അവിടെ നിന്നാലും ശരി തന്നെ, അവിടെയുള്ള കുറേ സ്റ്റാഫുകളുടെ ആൾക്കാർ ഇങ്ങോട്ട് വരും. അവർ കുറേ പേര് വാല പിടിച്ചുകൊണ്ട് പോകും.
അങ്ങനെയൊന്നും നടക്കരുത് ഇല്ലേ? ക്യൂ നിൽക്കുന്നവരെ ഇങ്ങനെ കൊണ്ടുവന്ന് അവരുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞൊക്കെ കൊണ്ടുവന്ന് വരാൻ തുടങ്ങി. അവിടെ നിറയെ സ്റ്റാഫുണ്ട്. അവരുടെ എല്ലാം ബന്ധുക്കളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ രാവിലോട്ട് ഞങ്ങൾ തിരുപ്പൂരിൽ നിന്നാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ അത്രയും നേരം അവിടെ ക്യൂ നിൽക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. എത്രയോ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് അവിടെ ക്യൂ നിൽക്കുന്നത്. അതിനൊക്കെ ഒരു എവിടെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞാൽ അവരും ഈ കൂട്ടാളികൾക്ക് തുണയാണ്. ആരോട് പറഞ്ഞാട്ടും ഏത് ഭരണം വന്നാലും ഇതൊക്കെ തന്നെ. പിന്നെ എന്തെങ്കിലും നടക്കണമെങ്കിൽ ആ ദൈവം നേരിട്ട് വന്ന് അവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് അഴിച്ചു പെറുക്കി നല്ല ശുദ്ധി കലശമൊക്കെ ചെയ്ത് എന്നിട്ട് വേണം അവിടെ നല്ലതാവാൻ. എന്തിനു പറയുന്നു ഇത്രയും കോടാനുകോടി കാശ് കിട്ടുന്ന ഒരു അമ്പലത്തിൽ ആ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? ആൽമരങ്ങളും ചെടികളും പുല്ലുകളും എല്ലാം മുളച്ചാണ് നിൽക്കുന്നത്. അതുപോലും ഒന്ന് വൃത്തിയാക്കി അതൊന്ന് ക്ലീൻ ചെയ്യാൻ അവിടെയുള്ള സ്റ്റാഫുകൾക്കും അവിടെയുള്ള ദേവസ്വം ബോർഡിനെ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പിന്നെന്തോ ഇത് കാശിന് വേണ്ടി മാത്രം കുറേ പേരെ അവിടെ സ്റ്റാഫായിട്ട് നിയോഗിച്ചിട്ട് അവർക്ക് ഇഷ്ടം പോലെ സമ്പാദിക്കാനും ഇല്ലേ? നമ്മളാരോട് പറയല്ലേ? നമ്മൾ വല്ലതും പറഞ്ഞ് നമ്മളെ ആൾക്കാർ ചീത്ത വിളിക്കും. അതിൽ പക്ഷെ നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നേ നല്ലത്. അപ്പോൾ നിങ്ങൾ ചേച്ചി പറഞ്ഞതൊക്കെ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ആമത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പോയിട്ട് നാളെ ഇനി ഒരു നാൾ ഇന്ന് 26-ാമത്തെ നാളാണ് ചേച്ചി പറഞ്ഞില്ലയോ? അപ്പോൾ നാളെ ഒരു നാളോടുണ്ട് രേവതി. അപ്പോൾ അത് നാളെ പറയാം.